അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ചില അവസരങ്ങളുണ്ട്. വിശുദ്ധ റമദാൻ മാസം വന്നപ്പോൾ, അവസാനത്തെ 10 വന്നപ്പോൾ നമ്മളൊക്കെ നൂറുകണക്കിന് ആളുകൾ തന്റെ വീട്ടിൽ നിന്നും എല്ലാം ഒരുക്കങ്ങളുമായി എഴുത്തിക്കാഫിരുന്ന് ഉറക്കമൊഴിച്ച് ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആൻ ഓതി നമസ്കരിച്ച് പുണ്യത്തിനു വേണ്ടി അതീവ തൽപരരായിരുന്നു. എന്തേ? അന്ന് ആ ദിവസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എങ്കിൽ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, അതുപോലെ ദിനങ്ങൾ പ്രത്യേകതയുള്ളത് മറ്റു ദിവസങ്ങളുമുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ, 10 ദിവസങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയാം. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, പ്രസിദ്ധനായ മുഹദ്ദിസാണ്, മുഫസ്സിറാണ്, ഫഖീഹാണ്, പണ്ഡിതനാണ്. ഹിജ്റ 701 ജനിക്കുകയാണ്. ഹിജ്റ 703 തന്റെ പിതാവ് മരണപ്പെടുകയാണ്. ഹിജ്റ 711 അദ്ദേഹം ഒരു ഹാഫിദായി മാറുകയാണ്. പിന്നീട് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരുപാട് ഖുർആനിന്റെ തഫ്സീറുകൾ എഴുതുകയും ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു. ഹിജ്റ 774 മരണപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഈ ലയാലിൻ അശ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ബിഹാ അശ്റദിൽ ഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെ കുറിച്ചാണ് ഈ പ്രസ്താവന. ഇത് പ്രത്യേകതയുണ്ട് എന്നതിന്റെ അടയാളം. മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ പറയുകയാണ്, ഹിജ്റ 224 ജനിച്ച് ഹിജ്റ 310 മരിക്കുന്ന ഇമാമുൽ മുഫസ്സിരീൻ എന്ന പേര് നേടിയ ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ പറഞ്ഞത്, അജ്മഅൽ ഉലമാ, ഉലമാക്കന്മാർ ഏകോപിച്ചു പറയുന്നു, അലാ അന്നൽ മുറാദു ബിൽ അശ്ർ, ഈ അശ്ർ എന്ന 10 ദിനങ്ങളെ കുറിച്ച് പറഞ്ഞത് ഫി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് അവിടെയാണ് ഉള്ളത്. ഈ ആയത്ത് പറഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 1540ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത്, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളുടെ കാര്യത്തിൽ ഈ 10 ദിനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ. ഈ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളെ കുറിച്ച് അതിൽ ചെയ്യുന്ന ധാരാളക്കണക്കിന് നന്മകളുണ്ടെങ്കിൽ, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളല മിൻഹാ ഫീ ഹാദിഹി, ഖാലൂ വലൽ ജിഹാദ്, ഖാല വലൽ ജിഹാദ്, ഇതിൽ ചെയ്യുന്ന അമലുകൾക്ക് വലിയ പ്രതിഫലമാണ്. ഒരുപക്ഷെ ജിഹാദിനേക്കാൾ വലിയ നന്മയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് ദീന് പഠിച്ച് അത് കൃത്യമായി നടപ്പിലാക്കിയിരുന്ന താബിഈങ്ങളിൽ പ്രസിദ്ധനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ, ഹിജ്റ 46 ജനിച്ച് 95 മരണപ്പെട്ടിരുന്ന അദ്ദേഹം പറയാ, അദ്ദേഹത്തിനൊക്കെ അവസാന നാളുകളിൽ ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ഇങ്ങനെയുള്ള ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെ വന്നാൽ ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദാ, നന്നായി കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി, തന്നെ കൊണ്ട് കഴിയാതെ ആകുമോ എന്ന രൂപത്തിൽ, തനിക്ക് കഴിയില്ലെന്ന് വിചാരിക്കുന്ന വിധത്തിലുള്ള കഠിനാധ്വാനം വരെ ചെയ്യാറുണ്ടായിരുന്നു. ഒക്കെ എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന മനസ്സിലാക്കിയ കാര്യം ഒരു ഓർമ്മപ്പെടുത്തൽ. എന്താണ് ഇത്ര പ്രത്യേകത? യഖൂലു ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫീ ഫത്ഹുൽ ബാരി, ഫത്ഹുൽ ബാരി എന്ന കിതാബിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ പറയാ, വല്ലദീ യദ്ഹറു അന്ന സബബ്, ഇതിനൊരു കാരണമുണ്ട്, ഫിംതിയാസി അശ്രി ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ ലിമകാനിൻ ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദ, ആരാധനകളുടെ സംഗമ ദിവസങ്ങളാണ്. ആരാധനകളുടെ സംഗമ ദിവസം. എന്താരാധന? സ്വലാ, നിസ്കാരം വരുന്നു. ഇതിൽ ദുൽഹിജ്ജ 9 വരെ നോമ്പ്, ദുൽഹിജ്ജ 9ന്റെ നോമ്പ് അടക്കം വരുന്നു. സ്വദഖാ, ഉദ്ഹിയ്യത്തായി മറ്റു സാധുക്കളെ സഹായിക്കുന്ന ധാരാളക്കണക്കിന് സ്വദഖാത്തുകൾ വരുന്നു. വൽ ഹജ്ജ്, ഈ ദിവസങ്ങളിൽ ഹജ്ജിന് തുടക്കം കുറിക്കുന്നു. വലാ യഅതി ഫീ ഗൈരിഹി, ഇതൊന്നും മറ്റൊരു ദിവസത്തിൽ വരൂല. എല്ലാ ആരാധനകളും സംഗമിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ സാധ്യമാകുന്ന അത്രയും നന്മകൾ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ പുണ്യകർമ്മങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമ്മുടെ നമസ്കാരങ്ങളിൽ ജമാഅത്തായി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതൊന്നുകൂടെ ശക്തിപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ സാധ്യമാകുന്നത് ചെയ്യുക. എന്ത് കാരണം? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണ്. നമസ്കാരത്തിലേക്ക് ഒന്നുകൂടി അടുത്തു വരിക. നോമ്പ് സാധ്യമാകുന്ന അത്ര സുന്നത്തായ നോമ്പുകൾ ചെയ്യുക. അറഫാ ദിനത്തിന്റെ നോമ്പിന് പ്രത്യേകമായും പറഞ്ഞു. വയസൂമു തിസ്അദിൽ ഹിജ്ജ, ദുൽഹിജ്ജ 9 വരെയുള്ള നോമ്പിനെ പറ്റിയും ഹദീസിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ധാരാളക്കണക്കിന് നന്മകൾ ചെയ്യാൻ. ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീൽ,
ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചൊല്ലല് അധികരിപ്പിക്കുക. പണം ചെലവില്ല, സമയം കളയുന്നില്ല, എവിടേക്കും പോകേണ്ടതില്ല. സ്വന്തം നാവ് കൊണ്ട് മനസ്സുകൊണ്ട് ഉച്ചരിക്കുന്ന തഹ്ലീലുകൾ അധികരിപ്പിക്കുക. വത്തക്ബീർ, അല്ലാഹു അക്ബറിന്റെ എണ്ണം കൂട്ടുക. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്നത് അധികരിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇങ്ങനെ നന്മകൾ കൊണ്ട് ഈ ദിവസങ്ങളെ ഒന്നുകൂടെ ശ്രേഷ്ഠമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട മര്യാദയായി നബിതങ്ങൾ പറഞ്ഞു, ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന മാസം അതിലെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വഇൻദഹു ഉദ്ഹിയ്യത്തുൻ, അങ്ങനെ ഒരാൾ ഉദ്ഹിയ്യത്തിന് വേണ്ടി പങ്കുചേർന്നാൽ, യുരീദു അൻ യുദ്ഹിഹി ഫലാ യഖുദന്ന ശഅറൻ വലാ യഖ്ലിമന്ന ളുഫ്റാ, അവർ നഖമോ മുടിയോ ഇനി നീക്കം ചെയ്യാൻ പാടില്ല ഉദ്ഹിയ്യത്ത് പൂർത്തിയാകുന്നതുവരെ. 1 മുതലാണ് ഇത് ആരംഭിക്കുന്നത്. നിയ്യത്ത് വെച്ചത് മുതലല്ല, ദുൽഹിജ്ജ 1 പിറന്നത് മുതലാണ് ഈ നിയമം ബാധകമാകുന്നത്. ഇനി ഉദ്ഹിയ്യത്ത് അറവ് കഴിഞ്ഞതിനു ശേഷമാണ് അവർക്കത് സാധിക്കുക. ആ കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.